താഴെ നിന്ന് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും കാത്തു അടുക്കളയിൽ നിന്ന് ബാഗെടുത്ത് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് ഇറങ്ങി ഓടി. ഈ സമയം ദേവിൻ്റെ അമ്മ വാതിൽ തുറന്നു കൊടുത്തതും 3 ഗുണ്ടകൾ വീടിനുള്ളിലേക്ക് കയറി. മേഡം, ആ പെണ്ണ് ഏത് റൂമിലാ? അവൾ അടുക്കളയിലുണ്ടാകും. അതിലൊരുത്തൻ അവിടേക്ക് പോയതും തിരിച്ചു വന്നു. മേഡം, അവിടെ ആരുമില്ല. പിന്നെ അവൾ എവിടെ പോയി? പെട്ടെന്ന് അവൾ CCTV ഫൂട്ടേജ് നോക്കിയതും ദേഷ്യത്തിൽ വിറച്ചു നിന്നു. മേഡം, ആ കുട്ടി രക്ഷപ്പെട്ടോ? അവൾ രക്ഷപ്പെടാൻ പാടില്ല. അതിനു മുൻപ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. പണം എത്ര വേണമെങ്കിലും തരാം. വാടാ, അവളെ വിടാൻ പാടില്ല. അവരും അവൾ പോയ വഴിയെ വേഗത്തിലോടി. കാത്തു ഈ സമയം ഒരു കൈ വയറിൽ വെച്ച് ഒരു കടയുടെ സൈഡിൽ നിന്നു. അവൾ ചുറ്റും നോക്കിയതും അവളിൽ വിറയൽ വന്ന് മൂടി. ഇരുട്ടിൽ ഓരോ ശബ്ദം കേൾക്കുന്തോറും അവൾ ബാഗ് ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. ഡാ, ആ പെണ്ണെ ആ ഭാഗത്തുണ്ടോ എന്ന് നോക്ക്. ഒരുവന്റെ അലറിൽ കേട്ടതും കാത്തു അവിടെ നിൽക്കാതെ ഓടി. അവൾ ഓടുന്നത് ഒരാൾ കണ്ടതും ബാക്കിയുള്ളവരെ വിളിച്ച് അവളുടെ പിറകെ ഓടി. അവൾ ഓടി ഓടി ക്ഷീണിച്ചതും അവൾ വീഴാൻ പോയി. അപ്പോഴേക്കും അവൻ അവളെ താങ്ങി നിർത്തിയിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പറഞ്ഞതും അവൻ ഇരുട്ടിൽ നിന്ന് ഓടി വരുന്നവരെ നോക്കി. അപ്പോഴേക്കും കാത്തുവിൻ്റെ കണ്ണടഞ്ഞു പോയിരുന്നു. അവളെ ഇങ്ങോട്ട് തരാൻ മനസ്സില്ലെങ്കിൽ ഡാ, കൂടുതൽ ഞങ്ങളോട് കളിക്കാൻ വരണ്ട. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയണമെന്നില്ല. അതുപോലെ ഇവളെ നിങ്ങൾ കൊണ്ടുപോവുകയുമില്ല. അവളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതും പറഞ്ഞൊരുവൻ യാദവിൻ്റെ അടുത്തേക്ക് വന്നതും അവൻ കാത്തുവിനെ നിലത്തേക്ക് കിടത്തി. യാദവിനെ അടിക്കാൻ വന്നതും അവൻ എല്ലാവരെയും അടിച്ച് നിരപ്പാക്കി അവരെ നോക്കി. ഇനി ഇവളുടെ പിന്നാലെ വന്നാൽ യാദവിൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും. ഇതും പറഞ്ഞവൻ കാത്തുവിനെ എടുത്തു പോക്കി അവളെ ഓട്ടോയിലേക്ക് കിടത്തി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഡോക്ടർ, കാർത്തികയ്ക്ക് BP ലോ ആയതാണ്. പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇനി ഇങ്ങനെ വരാതിരിക്കാൻ നോക്കണം. അത് കുഞ്ഞിനെ ബാധിക്കും. ഇപ്പം 2 മന്ത് വളർച്ചയുണ്ട്. അല്ല, തൻ്റെ പേരെന്താ? യാദവ്. ഓക്കെ യാദവ്, എന്നാൽ ഞാൻ ചെല്ലട്ടെ. ആളുണർന്നാൽ കൊണ്ടുപോകാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പോയതും യാദവ് കാത്തുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവളെ നോക്കി. ഈ സമയം കാത്തു കണ്ണു തുറന്നതും യാദവ് എഴുന്നേറ്റു വാ, അവളോട് അവൻ പറഞ്ഞതും അവൾ ഒരുവിധം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നിനക്കെങ്ങോട്ടാ പോകണ്ടേ? ഞാൻ കൊണ്ടുവിടാം. ഞാൻ പോയിക്കൊണ്ട് നിങ്ങൾ പൊക്കോ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി. നീ കയറ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അവൾ പേടിച്ചു നിൽക്കുന്നത് കണ്ടതും അവൻ അലറി. അവളോട് കയറാൻ പറഞ്ഞതും കാർത്തു കയറി ബാഗ് പിടിച്ചിരുന്നു. യാദവിൻ്റെ വീട്ടിലെത്തിയതും നന്ദു പുറത്തേക്ക് വന്നു. ഏട്ടാ, എന്താ നേരം വൈകിയത്? നീ അവളെ വിളിച്ച് റൂമിൽ കൊണ്ടുപോ. ഈ ചേച്ചി ആരാ? കൂടുതൽ ചോദ്യം വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. നന്ദു കാത്തുവിൻ്റെ കയ്യിൽ പിടിച്ചതും കാത്തു യാദവിനെ നോക്കി. ചേച്ചി വാ. നന്ദു കാത്തുവിനെ കൊണ്ടുപോയതും യാദവ് വാതിലടച്ച് അവൻ്റെ റൂമിൽ കയറി. ഈ സമയം കാത്തു നനഞ്ഞ ഡ്രസ്സ് മാറി വന്നതും നന്ദു അവളെ നോക്കി. ചേച്ചി വയ്യേ? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. പെട്ടെന്ന് അവൾ ഛർദ്ദിക്കാനായി നിന്നതും നന്ദു അവൾക്ക് വാഷ്റൂം കാണിച്ചു കൊടുത്തു. ചേച്ചി കിടന്നു. നന്ദു അവളെ കട്ടിലേക്ക് കിടത്തിയതും കാത്തു കണ്ണുകൾ അടച്ചു. നന്ദു കുറച്ചു നേരം അവളെ നോക്കി നിന്ന് അവളുടെ അടുത്ത് കിടന്നു. ഈ സമയം യാദവ് ശിവയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അവർ കുറച്ച് തീരുമാനങ്ങളെടുത്ത് ഫോൺ വെച്ചു. രാവിലെ കാത്തു എഴുന്നേറ്റ് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നന്ദുവിനെ പുഞ്ചിരിയോടെ നോക്കി. പിന്നെ അവളെ മാറ്റിക്കിടത്തി വാതിൽ തുറന്ന് പുറത്ത് കടന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന യാദവിനെ കണ്ടതും അവൾ പേടിച്ച് അവനെ നോക്കി. എന്നാൽ അവൻ അവളുടെ കൈ പിടിച്ച് ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു. അവൻ്റെ ചുവന്ന കണ്ണുകളും ദേഷ്യം കണ്ടതും കാർത്തു നിന്ന് വിറച്ചു. അവൻ അവളെ കൊണ്ട് പുറത്തേക്ക് വന്നതും കൈവിട്ടു. ഡി, നിന്റെ വിവാഹം കഴിഞ്ഞതാണോ? അതെ. ആരാ നിന്റെ ഭർത്താവ്? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും യാദവ് അവളുടെ മുഖം ഉയർത്തി. പറ, ആരാ? സത്യം എനിക്കറിയണം. അല്ലെങ്കിൽ നിച്ചുവിനോട് വിളിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ട്. നിച്ചുവേട്ടനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് നീ അറിയണ്ട. പകരം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പിന്നെ അവൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം അവനോട് തുറന്ന് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കാൽ പിടിച്ചു. പ്ലീസ്, നിച്ചുവേട്ടനോടൊന്നും പറയരുത്. ആ പാവത്തിനതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതായ ഏട്ടൻ നന്നായി ജീവിക്കണം. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. അവനോട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പകരം ഇന്നലെ നടന്നതെന്താ? ആരാ നിന്നെ ആക്രമിക്കാൻ വന്നത്? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ടുപോവാൻ വന്നവരാണ്. അപ്പോൾ നിന്നെയും? ഇല്ല, എന്നെ അവർ കൊല്ലാൻ നോക്കില്ല. കാരണം അവർക്ക് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്നലെ രാത്രി അവരിൽ നിന്ന് രക്ഷിച്ചതിനും ഇവിടെ രാത്രി കിടക്കാൻ അനുവദിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്ന് ഞാൻ ഇറങ്ങാം.
എങ്ങോട്ട്? അറിയില്ല. കുറച്ച് പണമുണ്ട് കയ്യിൽ, അതുകൊണ്ട് വല്ല വുമൺ ഹോസ്റ്റൽ നിൽക്കാമെന്നാ വിചാരിക്കുന്നത്. പിന്നെ ഒരു ജോലിയും കിട്ടിയാൽ ജീവിച്ച് പോകാലോ. നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല? അത് പിന്നെ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇനി ഇറങ്ങിപ്പോവാനാണ് ഉദ്ദേശമെങ്കിൽ നിച്ചുവിനോടെല്ലാം ഞാൻ വിളിച്ചു പറയും. എന്താടാ യാദവ്, കാർത്തികയെ പേടിപ്പിക്കുവാണോ? കുറച്ച് പേടിപ്പിക്കുന്നത് നല്ലതാ. മോളെ, എന്നെ കണ്ട് പേടിക്കണ്ട, ഞാനിവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഗുണ്ടയാണോ? അല്ല, പോലീസാണ്. അവൾ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടതും ശിവ ചിരിച്ചു. യാദവ്, ഡാ. എന്താടാ? നിനക്കെന്താ എത്ര ദേഷ്യം? ഇവൾക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്താ. ഒരു 2 അടിയുടെ കുറവുണ്ട് ഇവൾക്ക്. നീ എന്തൊക്കെയാ യാദവ് ഈ പറയുന്നത്? പിന്നെ അവൻ അവളുടെ കാര്യമെല്ലാം പറഞ്ഞതും ശിവ കാർത്തുവിനെ നോക്കി. അവൾ നിറഞ്ഞ കണ്ണാൽ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടതും ശിവ അവളുടെ തലയിൽ തലോടി. ദാ, ഇതുപോലെ കരഞ്ഞു നിന്നിട്ടാ അവരൊക്കെ ഇവളുടെ തലയിൽ കയറി കളിച്ചത്. ഇവൾക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ തലമുണ്ടടിച്ച് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ അവൻ്റെ മരണം കഴിഞ്ഞേനെ. ഡാ യാദവ്, മതി. എനിക്ക് മതിയായിട്ടില്ല. ഇവളെ ഇപ്പം തല്ലാൻ പറ്റില്ലല്ലോ, കാരണം വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയതെല്ലാം പറയണം. ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ കൊല്ലുള്ളൂ. കുറച്ച് ധൈര്യം ഉണ്ടായെങ്കിൽ നിനക്കവരെ കൊല്ലാമായിരുന്നു. എന്നിട്ട് നീ എൻ്റെ അരികിലേക്ക് വന്നെങ്കിൽ ഞാൻ നിന്നെ അഭിനന്ദിച്ചേനെ. ഇതിപ്പോൾ നിന്നെ അടിച്ചു കലക്കി കുടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഈ പന്ന മോൾക്ക് ഇത്ര വലിയ നാവില്ലേ, ശേഷിയുള്ള കൈയില്ലേ, എന്നിട്ട് അവനിട്ടൊന്ന് കൊടുക്കാതെ പേടിച്ചു വന്നിരിക്കുന്നു. എനിക്ക് പേടിയാ. നിനക്കെല്ലാത്തിനും പേടിയാ. അത് ഞാൻ മാറ്റി തരുന്നുണ്ട്. എൻ്റെ കൂടെയല്ലേ നീ. അതുകൊണ്ട് നിന്റെ പേടി ഞാൻ മാറ്റിത്തരാം. ഡാ മതി, ഇപ്പം ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല. എനിക്ക് ടെൻഷൻ അടിച്ചാൽ എന്താ? നിനക്കല്ല, ഞാൻ കാത്തുവിൻ്റെ കാര്യമാ പറഞ്ഞത്. യാദവ് ദേഷ്യത്തിൽ അവളെ നോക്കി പോയതും കാത്തു ശ്വാസം വിട്ട് ശിവയെ നോക്കി. ഈ സമയം ദേവ് കാത്തുവിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി. ചേച്ചി, എന്താ മോളെ? എൻ്റെ പേരറിയോ ചേച്ചിക്ക്? നന്ദു, അങ്ങനെ എന്തോ ഇന്നലെ വിളിക്കുന്നത് പോലെ കേട്ടു. നന്ദന, ഇഷ്ടമുള്ളവർ നന്ദു എന്ന് വിളിക്കും. ചേച്ചിയും അങ്ങനെ വിളിച്ചോ? അപ്പോൾ ഇഷ്ടമില്ലാത്തവരെന്ത് വിളിക്കും? ശിവേട്ടാ, ചുമ്മാ ചൊറിയാൻ വരല്ലേ. ചേച്ചി വേഗം ഫ്രഷാവ്, ഞാൻ അപ്പോഴേക്കും കഴിക്കാനുണ്ടാക്കാം. പിന്നെ ചേച്ചിക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹം തോന്നുന്നുണ്ടോ? നീ എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ഗർഭിണിമാരോട് അങ്ങനെ ചോദിക്കാറില്ലേ? അതിന് നിനക്കെങ്ങനെ മനസ്സിലായി കാർത്തു പ്രഗ്നൻ്റ് ആണെന്ന്? അത് പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ചെറിയ രീതിയിൽ ഒളിഞ്ഞു കേട്ടു. അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല, സത്യം. കുട്ടിപ്പിശാശ്, എല്ലാ സംഭവവും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ കൂടുതൽ ചൊറിയാൻ വരണ്ട, വന്നാൽ തിരിച്ചു മാന്തും. അവൻ്റെയല്ലേ പെങ്ങള്, അതുകൊണ്ട് സ്വഭാവം നന്നായി അറിയാം. ചേച്ചി, ഞാൻ പുട്ടുണ്ടാക്കാൻ പോവുക. ചേച്ചി കഴിക്കുമോ? ഞാൻ കഴിക്കും. അതിന് ഞാൻ ചോദിച്ചോ? മോളെ, ഞാൻ ഉണ്ടാക്കാൻ സഹായിക്കാം. ചേച്ചി ഫ്രഷായി വാ, ബാക്കി പിന്നെ നോക്കാം. കാത്തു പോയി വാ, അവളെ ഞാൻ സഹായിക്കാം. 10-ലെത്തിയിട്ടുള്ളൂ മുതലിന്. പക്ഷേ നാവും കുരുത്തക്കേടും കിട്ടിയിട്ടുണ്ട്. ഇതും പറഞ്ഞ് ശിവ അടുക്കളയിലേക്ക് പോയതും കാത്തു ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറി. കാത്തു കുളിച്ച് അടുക്കളയിൽ വന്നതും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി. ഈ സമയം യാദവ് കാത്തു ഞെട്ടി നിൽക്കുന്നത് കണ്ടതും അടുക്കളയിലേക്ക് പാളി നോക്കി. അവിടെ അരിപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന ശിവയെ കണ്ടതും യാദവ് ചിരിച്ചു. ടാ പന്നി, ചിരിക്കാതെ ഈ പെണ്ണിനെ ഇതിന്ന് വലിച്ചു കൊണ്ടുപോ. ഇവിടെ എന്താ നടന്നത്? ഇവള് പുട്ടുണ്ടാക്കാൻ നോക്കിയതാ, പക്ഷേ പുട്ടുകുറ്റിയിൽ ചില്ലിടാൻ മറന്നുപോയി. അപ്പം ഞാൻ ചിരിച്ചു. അതിനെ ഈ പെണ്ണ് പൊടിയെടുത്ത് എൻ്റെ തലവഴി ഒഴിച്ചത്. 2 പേരും ഇവിടെ നിന്നിറങ്ങിപ്പോ, ബാക്കി ഞാൻ ഉണ്ടാക്കാം. ഇറങ്ങിപ്പോടി. യാദവ് അലറിയതും ശിവ കാത്തുവിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി. പിന്നെ യാദവ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതും എല്ലാവർക്കും വിളമ്പി. എന്താടി, നീ ഇരിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല, പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയുണ്ട്. ശിവ, നന്ദു, നിങ്ങൾ വേഗം കഴിച്ച് എഴുന്നേൽക്ക്. പിന്നെ അവർ 2 പേരും എഴുന്നേറ്റതും യാദവ് ഇരുന്നു. ഇരിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇരിക്കടി, വേഗം കഴിക്ക്. കുറച്ച് കഴിച്ച് അവൾ നിർത്തിയതും അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി. ഡി പൊന്ന മോളെ, ഇപ്പം നീ മാത്രമല്ല, വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് പാത്രത്തിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. എനിക്കിത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാ. എന്ന് എഴുന്നേറ്റോ. അവൾ വേഗം എഴുന്നേറ്റ് പോയതും യാദവ് അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി, ഫുഡ് കഴിച്ചോ? ഡി, ഇത് കുടിക്ക്. മാംഗോ ജ്യൂസ് എനിക്കും. നന്ദുവിന് കൊടുത്തോ? എനിക്ക് വേണ്ട. നീ തനിയെ കുടിക്കുന്നോ അതോ ഞാൻ കുടിപ്പിക്കണോ? ചേച്ചി വേഗം കുടിച്ചോ, ഏട്ടൻ ടെറർ മൂഡിലാണ്. നന്ദു കാത്തുവിനെ നോക്കണം. ശരി ഏട്ടാ. ശിവ, വാ ഇറങ്ങാം. എങ്ങോട്ടാ?
ആ ദേവിനെ നല്ലതുപോലെ കാണണം. അതുകൊണ്ട് അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയണം. ഡാ, രാത്രി നല്ലതുപോലെ കണ്ടാൽ മതി. എനിക്കാരെയും പേടിയില്ല. അവൻ നിന്നെ തിരിച്ചറിഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്താൽ നീ കുടുങ്ങും. ഇപ്പം കൂടെ കാത്തുകൊണ്ട് അവളെ തിരിഞ്ഞ് നടക്കുമായിരുന്നു അവനിട്ട് നമുക്ക് പണി കൊടുക്കാം. പക്ഷേ കുറച്ച് ദിവസം കഴിയട്ടെ. യാദവൊന്നും പറയാതെ പോയതും ശിവ സ്റ്റേഷനിലേക്ക് പോയി. ദേവ്, എന്തായി ആ പെണ്ണിനെ കിട്ടിയോ? ദേവിൻ്റെ അമ്മ ചോദിച്ചു. ഇല്ല, അവൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ അവൾ ആ കുഞ്ഞിനെ വെച്ച് നമുക്കെതിരെ കളിക്കും. അവൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. രാത്രി ദേവ് കാറിൽ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് നടുറോഡിൽ ബൈക്കിട്ടിരിക്കുന്നത് കണ്ടത്. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയതും ചുറ്റും നോക്കി. പെട്ടെന്ന് ഒരാൾ മുൻപിലേക്ക് വന്നതും ദേവിൻ്റെ മുഖത്തിനിട്ടടിച്ചു. ഓരോടെ പൊന്ന മോനെ ഇത്, നിന്റെ കാലൻ. ഇതും പറഞ്ഞ ദേവിനെ തല്ലിച്ചതച്ച് യാദവ് അവൻ്റെ അടുത്തിരുന്നു. ആരുടെ കൊട്ടേഷനായി ഇത്? അവൻ വേദനയിൽ വിക്കി വിക്കി ചോദിച്ചതും യാദവ് അത് കേട്ട് ചിരിച്ചു. കാർത്തികയുടെ. യാദവ് പറഞ്ഞു നിർത്തിയതും ദേവ് ഞെട്ടി യാദവിനെ നോക്കി. യാദവ് എഴുന്നേറ്റ് അവൻ്റെ വയറിലേക്ക് ആഞ്ഞു ചവിട്ടിയതും അവൻ വേദനയിൽ അലറി. യാദവ് പുച്ഛച്ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു. പിറ്റേന്ന്, ഏട്ടാ ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ നേരത്തെ വന്നിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. പിന്നെ മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ മാത്രമല്ല, ചേച്ചിയും. കൂടുതൽ ചോദ്യമൊന്നും എന്നോട് വേണ്ട. അല്ല, കാത്തു എവിടെ? ചേച്ചി കിടക്കുക. എഴുന്നേറ്റില്ല ഇതുവരെ? ചേച്ചി രാത്രി മൊത്തം ഛർദിയായിരുന്നു. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, പാവം. യാദവ് റൂമിലേക്ക് നടന്നതും കാത്തുവിനെ തട്ടി വിളിച്ചു. കുളിച്ച് ഫ്രഷായി വേഗം റെഡിയാവ്. എങ്ങോട്ടാ? പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ. നന്ദു, നീയും റെഡിയായിക്കോ. ശരിയേട്ടാ. പിന്നെ കാത്തുവും നന്ദുവും റെഡിയായി വന്നതും യാദവ് അവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. നന്ദു മോളെ, നീ ഇവിടെ ഇരുന്നു. ശരിയേട്ടാ. കാത്തു വാ. നിന്റെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിരുന്നോ? അത് പോകാൻ സമ്മതിച്ചില്ല. യാദവ് അവളെ നോക്കി. പേരും ഡീറ്റെയിൽസും കൊടുത്തതും എഴുതാനിരിക്കുന്ന കുട്ടി അവരെ നോക്കി. ഇതിൽ ഭർത്താവിൻ്റെ പേരില്ലല്ലോ. ദേ, യാദവ് മേനോൻ. യാദവ് പറഞ്ഞു നിർത്തിയതും കാർത്തു ഞെട്ടി നിന്നു. അവൻ പിന്നെ അവളുടെ കൈ പിടിച്ചു നടന്നതും അവൾ അവൻ്റെ കൈയിനെയും അവനെയും മാറി മാറി നോക്കി. ഡോക്ടറെ കാണിച്ചിറങ്ങിയതും യാദവ് അവരെ കൊണ്ട് മാളിൽ പോയി. വേണ്ടതെല്ലാം രണ്ടാളും എടുത്തു. ഇനി അധികം പുറത്തിറക്കമുണ്ടാവില്ല. അതുകൊണ്ട് രണ്ടാൾക്കും വേണ്ടത് പോയി വാങ്ങ്. ഞാനിവിടെ ഇരിക്കാം. എനിക്കൊന്നും വാങ്ങാനില്ല. നന്ദു, ഇവളെ കൂട്ടിക്കൊണ്ട് പോയി വാങ്ങ്. ചേച്ചി, ഏട്ടൻ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് വാ, നമുക്ക് ഓരോന്ന് പോയി വാങ്ങാം. നന്ദു ഓരോന്ന് എടുത്ത് കൂട്ടുന്നത് കണ്ടതും കാത്തു അവളെ അന്തം വിട്ട് നോക്കി നിന്നു. എന്തിനാ മോളെ ഇതൊക്കെ? ഇരിക്കട്ടെന്നേ. പെട്ടെന്ന് കാത്തുവിൻ്റെ ശ്രദ്ധ ഒരു ചെക്കൻ്റെ കൂടെ ചിരിച്ചു കളിച്ചു വരുന്ന ലച്ചുവിലേക്ക് പോയതും കാത്തു ഞെട്ടി വിറച്ചു. എന്താ ചേച്ചി, എന്താ പറ്റിയത്? ആ വരുന്നത് ആരാ? അതാ എൻ്റെ അമ്മായിയുടെ മകൾ. ആണോ? എന്നാ നേരത്തെ പറയണ്ടേ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ടായി പരിചയപ്പെടാം. മോളെ, നീ എന്തിനുള്ള പുറപ്പാടാ? ചേച്ചി കണ്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്? ചേച്ചി പട്ടിയെ പോലെ കുറെ തല്ലിയിട്ടില്ലേ ആ പിശാച്? ഇത്രയ്ക്ക് ചേച്ചിയെ ഉപദ്രവിച്ച അവൾക്ക് നല്ല പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന വേഗം കേട്ടു. അതുകൊണ്ടല്ലേ മുൻപിൽ കൊണ്ടിവരെ നിർത്തിയത്. മോൾ എന്ത് ചെയ്യാൻ പോവുക? പെട്ടെന്ന് നിന്ന് വില കൂടിയൊരു വാച്ച് അടിച്ചു മാറ്റിയതും കാത്തു കടയിലുള്ളവരെ പാളി നോക്കി. മോളി, നീ കക്കാൻ നോക്കുകയാണോ? ചേച്ചി, ദാ അവരിങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഇവിടെ നിൽക്ക്. ലച്ചു കാത്തുവിനെ മാറ്റി നിർത്തി. ലച്ചു ബാക്കിൽ പോയി നിന്നു. പിന്നെ പതിയെ ബാഗ് തുറന്നു വെച്ച് ലച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും നന്ദു വീഴാൻ പോകുന്നത് പോലെ അഭിനയിച്ചു നിന്നു. സോറി ചേച്ചി, ഞാൻ വീഴാൻ പോയപ്പോൾ ചേച്ചിയുടെ ബാഗിൽ കയറി പിടിച്ചതാ. നോ പ്രോബ്ലം. ഇത് പറഞ്ഞ് ലച്ചു ആ ചെക്കനെ കൂട്ടി പോയതും നന്ദു കാത്തുവിനെ വലിച്ച് ബാക്കിൽ നടന്നു. ലച്ചു സാധനങ്ങൾ വാങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും സൗണ്ട് ബെല്ലടിച്ചു. മേഡം, നിങ്ങളെന്താ ബില്ല് ചെയ്യാതെ എടുത്തത്? ഞാൻ ബില്ല് ചെയ്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ഞാൻ മോഷ്ടിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഇവിടെ സൗണ്ട് ഇല്ലല്ലോ. നിമിഷനേരം കൊണ്ട് ആളുകൾ നിറഞ്ഞതും നന്ദു കാണാൻ പറ്റാത്ത സങ്കടത്തിൽ നുരഞ്ഞു കയറി മുന്നിൽ പോയി നിന്നു. അങ്കിൾ, ഇവിടെ എന്താ പ്രശ്നം? ആ കുട്ടി എന്തോ മോഷ്ടിച്ചു. ഞാൻ കണ്ടിരുന്നു ഈ ചേച്ചി എന്തോ ബാഗിൽ ആരും കാണാതെ വെക്കുന്നത്. ഡി പെണ്ണെ, കള്ളം പറയുന്നു. ഞാൻ സത്യം പറഞ്ഞത്. വേണമെങ്കിൽ ചേച്ചിയുടെ പരിശോധിച്ചു നോക്ക്. പെട്ടെന്ന് അവിടെയുള്ള ആൾ ബാഗ് പരിശോധിച്ചതും വാച്ചെടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ലച്ചുവിനെ നോക്കി പുച്ഛിച്ച് പറഞ്ഞതും നന്ദു പുറത്തേക്ക് നടന്നു. മോളെ, എന്തൊക്കെയാ ഇപ്പം നടന്നത്? ഇപ്പം നടന്നത് എന്ത്? ഇനിയാണ് പൂരം. ഇതിൻ്റെ ബാക്കി. ഇനി എന്താ? അതൊക്കെ ചേച്ചി നാളെ അറിയും.
ഇതുമറിഞ്ഞ് നന്ദു കാത്തുവിൻ്റെ കൈ പിടിച്ച് നടന്നതും കാത്തു ലച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. അവിടെ നാണം കെട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുന്നത് ലച്ചുവിനെ കണ്ടതും കാത്തുവിൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. ഈ സമയം അവരെ നോക്കി മറഞ്ഞു നിൽക്കുന്ന ആളെ അവർ ശ്രദ്ധിച്ചില്ല. അവർ നടന്ന് യാദവിൻ്റെ അടുത്തേക്ക് പോയതും അവൻ കയ്യിലുള്ള കത്തിയിൽ മുറുക്കെ പിടിച്ചു.